തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടുമ്പോ വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. കുടുംബജീവിതത്തെക്കുറിച്ച് ഫ്രാൻസിസ് പാപ്പ എഴുതിയിട്ടുള്ളൊരു പുസ്തകമാണ് അമോരിസ് ലെത്തീസിയ, സ്നേഹത്തിൻ്റെ ആനന്ദം. അതിൽ 9 അധ്യായങ്ങളുണ്ട്. 7-ാമത്തെ അധ്യായം കുട്ടികളെക്കുറിച്ചാണ്. ഫ്രാൻസിസ് പാപ്പ 2 ചോദ്യങ്ങൾ അതിൽ ചോദിക്കുന്നുണ്ട്. ഒന്നാമത്തെ ചോദ്യം, നമ്മുടെ കുട്ടികൾ എവിടെ നിൽക്കുന്നു? നമ്മുടെ കുട്ടികൾ എവിടെ നിൽക്കുന്നു എന്ന ചോദ്യത്തിലൂടെ പാപ്പ അർത്ഥമാക്കുന്നത് നമ്മുടെ കുട്ടികളുടെ സ്വപ്നങ്ങൾ എന്താണ്, അവരുടെ ആഗ്രഹങ്ങൾ എന്താണ്, അവരുടെ കാഴ്ചപ്പാടുകൾ എന്താണ് എന്നൊക്കെയാണ്. രണ്ടാമത് ഫ്രാൻസിസ് പാപ്പ ചോദിക്കുന്നത്, നമ്മുടെ കുട്ടികളുടെ മുറികളിൽ ആര് പ്രവേശിക്കുന്നു? അതിലൂടെ പാപ്പ ഉദ്ദേശിക്കുന്നത് ആരോടെല്ലാം അവർ ബന്ധം പുലർത്തുന്നു എന്ന് മാത്രമല്ല, നമ്മുടെ കുട്ടികൾ കാണുന്ന പരിപാടികൾ എന്തൊക്കെയാണ്, അവർ കാണുന്ന TV പ്രോഗ്രാമിലൂടെയും മറ്റും ഏത് തരം കഥാപാത്രങ്ങളാണ് അവരെ സ്വാധീനിക്കുന്നത്, ഇങ്ങനെയുള്ള ചിന്തകളാണ്. ഈ പുസ്തകത്തിലൂടെ, പ്രത്യേകിച്ച് ഈ അധ്യായത്തിലൂടെ ഫ്രാൻസിസ് പാപ്പ ലോകത്തെ മുഴുവനും ഉത്ബോധിപ്പിക്കുന്നൊരു കാര്യം, വളരെ അപകടകരമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുക. അതുകൊണ്ട് കുട്ടികളെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ കുട്ടികൾ ആരോട് കൂട്ടുകൂടുന്നുവെന്നും അവരുടെ ജീവിതത്തെ ആരെല്ലാം സ്വാധീനിക്കുന്നുവെന്നും എന്തൊക്കെയാണ് അവരുടെ സ്വപ്നങ്ങളും താല്പര്യങ്ങളുമെന്നും ഒക്കെ നമ്മൾ തിരിച്ചറിയണം. ആ രീതിയിൽ കുട്ടികൾക്ക് രൂപീകരണം കൊടുക്കുകയും വേണം. നമുക്കറിയാവുന്നതുപോലെ കൗൺസിലിംഗ് സെൻ്ററുകളിലൊക്കെ ഇന്ന് ധാരാളം കുട്ടികളെ കൊണ്ടുവരുന്നുണ്ട്. പലപ്പോഴും കൗൺസിലിംഗ് നടത്തുന്ന സമയത്ത് പല പ്രശ്നങ്ങളുമായി വരുന്ന കുട്ടികളോട് നമ്മൾ ചോദിക്കുമ്പോൾ അവരുടെ ബാല്യകാലത്തിൽ അവരനുഭവിച്ച ചില പ്രശ്നങ്ങളുണ്ട്, ചില ദുരുപയോഗങ്ങൾ, ചില മോശമായ ബന്ധങ്ങൾ, മുതിർന്നവർ കുട്ടികളെ മിസ്യൂസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ അവരുടെ ജീവിതത്തെ മുഴുവനായിട്ടും ബാധിക്കുകയും അവരുടെ അവരുടെ വ്യക്തിത്വത്തെ തന്നെ തകർക്കുകയും ചെയ്യുന്ന അവസ്ഥകൾ. അതുകൊണ്ട് നമ്മുടെ കുട്ടികളെക്കുറിച്ച് നമ്മൾ ജാഗ്രതയുള്ളവരാവണം. നമ്മുടെ കുട്ടികൾക്ക് നല്ല മാതൃകകൾ നമ്മൾ കൊടുക്കണം. നല്ല പുസ്തകങ്ങൾ വായിക്കാൻ അവരെ പ്രേരിപ്പിക്കണം. അവരുടെ ചിന്തകളെക്കുറിച്ചും അവരുടെ ആഗ്രഹങ്ങളെക്കുറിച്ചുമൊക്കെ ശരിക്കും ജാഗ്രതയുള്ളവരായി നമ്മൾ മാറണം. നമ്മുടെ കുട്ടികളൊക്കെ ദൈവത്തിന് പ്രിയപ്പെട്ട മക്കളായി വളർന്നു വരുന്നതിന് നമുക്ക് അവരെ സഹായിക്കാം. സന്തോഷത്തിലും പ്രത്യാശയിലും ജീവിക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കഴിയട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.